ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്ത മലയാളി താരങ്ങൾ കീർത്തി സുരേഷ്, നയൻതാര, മഞ്ജു വാര്യർ, അപർണ ബാലമുരളി, ലിജോ മോൾ ജോസ് എന്നിവർ മികച്ച നടിമാരായി. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, മലയാളത്തിന് അഭിമാനകരമായ നേട്ടം. പക്ഷേ അറിയേണ്ടത് ഈ 2016 മുതലുള്ള പുരസ്കാരം എന്തുകൊണ്ട് ഇത്ര വൈകി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. ദിൽന, സാധാരണ നിലയിൽ തമിഴ്നാട്ടിൽ സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറ് ഈ രീതിയിൽ തന്നെയാണ്. അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപിക്കാറ്. ഓരോ വർഷവും പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് തമിഴ്നാട്ടിലില്ല. നമ്മുടെ കേരളത്തിലെ പോലെ എല്ലാ വർഷവും അവാർഡ് പ്രഖ്യാപിക്കുന്ന ഒരു രീതി അത് തമിഴ്നാട്ടിലില്ല. ഒരു സമയപരിധി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷത്തെ അവാർഡുകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്നു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ 2016 മുതൽ 2022 വരെയുള്ള ഒരു അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളികൾക്ക് വലിയ തോതിൽ സന്തോഷം നൽകുന്ന വാർത്തകളാണ് അല്ലെങ്കിൽ അവാർഡ് പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ അസുരൻ, ധനുഷ് നായകനായിട്ടുള്ള അസുരൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് മഞ്ജു വാര്യർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സുരറൈ പൊട്ടു എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് അപർണ ബാലമുരളിക്ക് മികച്ച നായികയ്ക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ മലയാളത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് ഈ 6 വർഷത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ. നിരവധി മലയാളികൾ, അതായത് മഞ്ജു വാര്യർ, നയൻതാര, അതുപോലെ തന്നെ അപർണ ബാലമുരളി, കീർത്തി സുരേഷ്, ലിജോ മോൾ ജോസ് എന്നിവരെ മികച്ച നടിമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ലിജോ മോൾ ജോസ് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ജയ് ഭീമാണ്. ഇതേ സിനിമയിലെ അഭിനയത്തിനാണ് സൂര്യ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് എന്തായാലും ഈ പറഞ്ഞ 6 വർഷത്തെ ഒരു അവാർഡ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൈക്കം വിജയലക്ഷ്മി, അതുപോലെ തന്നെ വർഷ രഞ്ജിത്ത് എന്നിവരെ മികച്ച ഗായികമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വൈക്കം വിജയലക്ഷ്മി അതുപോലെ തന്നെ വർഷ രഞ്ജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സംഗീത സംവിധായകൻ ശരത്തിന്റെ സഹോദരന്റെ മകളാണ് വർഷ രഞ്ജിത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ എല്ലാ മേഖലകളിലും മലയാളികൾക്ക് അവാർഡുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ അവാർഡ് പ്രഖ്യാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മികച്ച പ്രതിനായകനായി റഹ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മികച്ച ഹാസ്യ നടിയായി ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ എന്തായാലും മലയാളികൾക്ക് വളരെ നേട്ടം ഉണ്ടായ ഒരു അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ 2016 മുതൽ 2022 വരെയുള്ള അവാർഡ് പ്രഖ്യാപനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിന് മലയാളികൾക്ക് അഭിമാനകരമായ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.